നമ്മുടെ നാട്ടിൽ മലയാളം മീഡിയത്തിൽ പഠിച്ച് ഒരു കുട്ടി ഇവിടെ ന്യൂസിലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ഇവിടെ വരുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കുറച്ച് ഇഷ്യൂസ് എന്തൊക്കെയായിരിക്കും? നീ ഈ കാര്യം എൻ്റെ അടുത്ത് ചോദിക്കുന്നതിനിടയിൽ നീ തന്നെ ആൻസർ പറയുന്നല്ലേ. നീ ഇതുപോലെ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ചു, നീ ഇവിടെ വന്നപ്പോൾ നീ അഭിമുഖീകരിച്ച വിഷയങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു ആക്സെന്റ് അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. പെട്ടെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല, ഇവർ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പിടികിട്ടത്തില്ല. നമ്മൾ ചിലപ്പോൾ ഒന്നുകൂടെ ചോദിച്ചു വരും. ഒരു കോമൺ സ്പേസിൽ പോകുന്നു, സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പോകുന്നു, വി ടെൻ ടു ഗോ ആൻഡ് സിറ്റ് വിത്ത് അനദർ മലയാളി and speak already start in Malayalam. അതെ. And there is another guy sitting from China or from Philippines or from New Zealand. And you're completely being rude to them and just, you making your own group, segregating them from your group. See, we need to create a common space. We need to speak English. We may be having not a great English. നമുക്കുള്ള ഇംഗ്ലീഷ് കൊണ്ട് സംസാരിക്കുക. No one is here to judge you. People understand you. Second thing, students always spoon feed from India. See, same me. When I came here, I don't know how to cook. True. I don't know how to make my own bed after getting up from the, so I need to start learning that habit. Absolutely. ഇത് ചേട്ടൻ പറയുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇതൊക്കെ നാട്ടിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ സ്പൂൺ ഫീഡ് ചെയ്ത് നമ്മളെ ആ രീതിയിൽ ആ പരുവത്തിലാക്കി വെച്ചേക്കാം. നമുക്ക് ചുറ്റും ചെയ്തു തരാൻ ആൾക്കാരുണ്ട്. ഒരു അവസ്ഥയിൽ നിന്ന് ഇവിടെ ഒറ്റയ്ക്ക് വന്നിട്ട് നമ്മൾ ഈ ഒറ്റയ്ക്ക് നിന്ന് ബിൽഡ് ചെയ്യുമ്പോൾ ശരിക്കും ജീവിതം പഠിച്ചത് എവിടെ വന്നിട്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസിലൻഡിൽ വന്ന് പഠിക്കാൻ തുടങ്ങിയ ശേഷമാണ് ഞാൻ ജീവിതം പഠിച്ചത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പേഴ്സണൽ മാറ്റേഴ്സ് മാത്രമാണ്. See, what about education?